കാണുന്നത് അല്ലേ? ഹലോ, ഏഷ്യാൻ ന്യൂസ്. ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ഒരു ചർച്ച കണ്ടിട്ട് വിളിച്ചതാണേ. കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ടിന്ന് ജോഷ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് വിളിക്കുന്നത്. അപ്പൊ എന്നാന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് പള്ളിക്കാരെ വല്ല അച്ഛന്മാരുടെ ഇഷ്ടമാണെന്ന് പറയുന്നത്. അൽമാര ഇപ്പൊ ഒരു അൽമാരങ്ങ് വിളിച്ച് പറഞ്ഞേക്കാന്നെങ്കിൽ വിളിച്ച് പറഞ്ഞതാ. ഒന്നാമത്തെ കാര്യം, നാളെ ഈ ഞങ്ങൾക്ക് പള്ളിയിൽ അച്ഛന്മാർ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. അന്നത്തെ ദിവസം പിണറായി വിജയൻ ഈ 1 ലക്ഷം കോടി രൂപയുടെ മദ്യം കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങളുടെ പിള്ളേരോടല്ല അങ്ങ് പ്രസംഗിക്കണം. ലഹരി വിരുദ്ധ ഇയാളീ കച്ചവടം അങ്ങ് നിർത്തിയാൽ പോരെ? കേരള മുഖ്യമന്ത്രി അതെ, നിങ്ങൾ ഗാന്ധി ജയന്തിയെ കുറിച്ച് എനിക്ക് പറയാനുള്ള മറുപടി ചേട്ടാ ഞാൻ പറഞ്ഞു തന്നാ. ഒരു മിനിറ്റ്, നിങ്ങൾ പറയുന്ന മനസ്സിലാകുന്നുണ്ട്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, അന്ന് മുതൽ സർക്കാർ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഗാന്ധിജി എന്നാ പറഞ്ഞത് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നത്? ഗാന്ധിജി പറഞ്ഞത് മദ്യം നിരോധിക്കണമെന്നാ പറഞ്ഞത്. അത് തന്നെയാണ്. ആ ഗാന്ധിജിനെ തന്നെ വിളിച്ചിട്ട് വേണം ഇവർക്ക് ഇങ്ങനെ ക്യാമ്പയിൻ നടത്താൻ. അതേ പറഞ്ഞ മദ്യം കച്ചവടം ചെയ്യുന്നവര് അത് ചെയ്തോട്ടെ, അതിന് കുഴപ്പമില്ല. 2, നാളെ ഞങ്ങൾക്ക് സൺഡേ സ്കൂളുണ്ട്. ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കേണ്ടതാണ്. ഞങ്ങൾ കെട്ടിടം പണിതിട്ടിരിക്കുന്നത് ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കാനാണ്. അപ്പൊ നാളെ ഞങ്ങൾ എവിടെ കൊണ്ട് പിള്ളേരെ ഇരുത്തി പഠിപ്പിക്കും? പറയുന്നില്ല അവര്. അത് സർക്കാരിന്റെ സ്കൂളിലല്ല ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കെട്ടിടത്തിൽ ഇരുത്തിയാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യത്തിനാണ് ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഞായറാഴ്ച വേദപാഠം പഠിപ്പിക്കാനായിട്ടാണ് സ്കൂൾ കെട്ടിടം ഉണ്ടാക്കിയിട്ടത്. അതിനകത്ത് ബാക്കി ദിവസങ്ങളിൽ മറ്റു സ്കൂൾ നടത്തുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് വേദപാഠം പഠിപ്പിക്കാൻ ഭരണഘടന അവകാശം തരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നാളെ ഈ പിണറായി വിജയൻ പ്രസംഗിക്കുമ്പം ഞങ്ങളുടെ പിള്ളേരെ ഇവിടെ കൊണ്ട് ഇരുത്തി ഞങ്ങൾ വേദപാഠം പഠിപ്പിക്കണം. അത് പറയണമല്ലോ. ഞങ്ങൾ വേദപാഠം പഠിപ്പിക്കുന്നത് നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, മറ്റ് കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യരുത്, നല്ല രീതിക്ക് ജീവിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. വേറെ ഒന്നുമല്ല, വേറെ കായികാഭ്യാസമൊന്നുമല്ല പഠിപ്പിക്കുന്നത്. അപ്പൊ അത് ഞങ്ങൾ എവിടെ കൊണ്ട് ഇരുത്തി പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മതി പിണറായി വിജയൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ശരി, ഓക്കെ. അല്ല, ഏത് ദിവസം ശരിയൊക്കെ അല്ല. അൽമായന് പറയാനുള്ളത് നിങ്ങൾ അല്ല സുഹൃത്തെ, ഒരു സാധാരണ വിശ്വാസിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേട്ടെന്ന് 3 ന്യായമേ പറയാനുള്ളൂ. അതൊന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് വേണ്ട. നിങ്ങളൊരു വലിയ മാധ്യമ സ്ഥാപനമല്ലേ? നിങ്ങൾ പറയുന്നുണ്ട് ഇത് അച്ഛന്മാരുടെ ഉത്തരവാദിത്വം അല്ല, ഈ സാധാരണ വിശ്വാസിക്ക് അഭിപ്രായം ഉണ്ട്, കേൾക്കാൻ ആരുമില്ലെന്നാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പൊ ഒരു സാധാരണ വിശ്വാസിക്ക് വിഷമം കയറിക്കൊണ്ട് പറയുന്നല്ലോ. ഒന്ന് കേട്ടേച്ചിരുന്നെങ്കിൽ കുഴപ്പമുണ്ടോ? വേഗം കെട്ടിയത് എങ്ങനെയാ? രണ്ടാമത് ഞങ്ങൾക്ക് കൽപ്പനയുണ്ട്. ഒന്ന്, ഏക ദൈവ വിശ്വാസം, ഇന്ന ആളാണ് ദൈവം. രണ്ടാമത്തെ ദിവസം ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണമെന്നാണ്. അത് ഞങ്ങൾക്ക് പിണറായി വിജയന്റെ പ്രസംഗം കേട്ടാൽ ഞങ്ങളുടെ ഞായറാഴ്ച ആചരണം പരിശുദ്ധമാകുകയില്ല. അത് ഞങ്ങൾക്ക് പരിശുദ്ധമായിട്ട് ആചരിക്കാൻ ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും അവകാശം തരുന്നുണ്ട്. നാളെ പിണറായി വിജയനും അതിന്റെ പിറ്റേ ദിവസം നരേന്ദ്രമോദിക്ക് അതിന്റെ ദിവസം യൂണിയൻ പ്രസിഡന്റിനും ഒക്കെ പ്രസംഗിക്കാൻ കാണും. അത് കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ ഇപ്പം എന്ത് വേണം? അത് പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നത് ഞങ്ങൾ നിയമിക്കുന്നു, സർക്കാർ ശമ്പളം കൊടുക്കുന്നതാണ്. സർക്കാർ ഞങ്ങളുടെ ഒരു മിനിറ്റ് സാർ, നമ്മുടെ സർക്കാരാണ്, സർക്കാരിന്റെ ഒരു ഓർഡറാണ്. സർക്കാരിന്റെ ഓർഡർ അല്ല നമ്മളെ കൊണ്ട് അനുസരിക്കാൻ പറ്റിയല്ല. നിൽക്കുന്നത് എന്തോ സർക്കാരിന്റെ ഓർഡർ സർക്കാർ ഉദ്യോഗസ്ഥർ പാലിച്ചാൽ മതി, അല്ലാതെ കണ്ട് സാധാരണക്കാരെ സർക്കാർ ഓർഡർ പാലിക്കണ്ട. ഇവിടെയുള്ള നിയമങ്ങൾ മാത്രം പാലിച്ചാൽ മതി. സർക്കാർ എന്തെല്ലാം ഓർഡർ ഇറക്കുന്നു. പോലീസുകാരല്ല നാളെ രാവിലെ ഹാജരാകണം. അതിനിപ്പോ സാധാരണ പൗരൻ തന്നെ വേണം. സർക്കാരിന്റെ ഓർഡറുകളെല്ലാം നിയമങ്ങളാണ്. അല്ലല്ല, സർക്കാർ ഓർഡർ നിയമം തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് അതല്ലേ പറഞ്ഞു തരാം. സർക്കാർ ഓർഡറുകൾ എന്ന് പറഞ്ഞാൽ റൂൾസ് എന്ന് പറയും. അത് സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട കാര്യങ്ങളാണ്. സാധാരണ പൊതുജനം പാലിക്കേണ്ടത് നിയമങ്ങളാണ്. അത് നിയമസഭ പാസാക്കി നിയമമായിട്ട് വെച്ചിരിക്കും. അതെങ്ങനെ നടപ്പാക്കണമെന്ന് സർക്കാർ ഉദ്യോഗസ്ഥരോട് പറയുന്നതാണ് റൂള്. ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് റൂളാണ്, നിയമമല്ല. ഒരു മിനിറ്റ് സാർ, ഈ കോവിഡ് സമയത്ത് ഇറങ്ങിയ മാസ്ക് വെക്കുന്ന നിയമമാണോ റൂളാണോ? അത് നിയമമാണ്. അതെ. അത് നിയമമായിട്ടാണോ? മാസ്കിന് എത്ര കട്ടി വേണം, എത്ര ലെയർ വേണം, അതൊക്കെ റൂള്. മാസ്ക് വെക്കണം എന്നുള്ളത് നിയമം. ലോക്ക്ഡൌൺ സമയത്ത് അടച്ചിട്ടു. ഞാൻ സാധാരണ ഒരു കൃഷിക്കാരനാണ്, പക്ഷെ റൂൾ എന്നാ നിയമം എന്നാന്നൊക്കെ എനിക്കറിയാം. ഇനി നിങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ സ്കൂളിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്നു. സർക്കാരിനോട് ആര് പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടുപോയി ശമ്പളം കൊടുക്കാൻ? സർക്കാർ സ്കൂളിൽ ശമ്പളം കൊടുത്താൽ പോരെ. ഞങ്ങൾ എത്രയോ പ്രൈവറ്റ് സ്കൂൾ നടത്തുന്നുണ്ട്, അവിടെ സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടോ? നാളെ സർക്കാർ ശമ്പളം കൊണ്ട് പൊക്കോട്ടെന്നേ. അവരുടെ നിയമിച്ച ഉദ്യോഗസ്ഥരുണ്ട്, അവരെയും കൊണ്ടുപോക്കോട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങൾ പിള്ളേരോട് പിരിച്ചാൽ ഞങ്ങൾ കാരണന്മാർ ഞങ്ങൾ പിരിച്ചാൽ ശമ്പളം കൊടുത്തോളൂന്ന്. ഞങ്ങൾ ഈ കേരള സർക്കാരിന് ഒരു സാധാരണ പൗരൻ 40,000 രൂപ വെച്ചിട്ട് കൊടുത്തിട്ടാണ് ഒരു വർഷം സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ 40,000 രൂപ കൊടുത്ത പൈസ പിരിച്ചിട്ടാണ് ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കുന്ന സാർമാർക്ക് ശമ്പളം കൊടുക്കേണ്ടത്. ഇവരെന്തിനാ പിന്നെ ഈ പൈസ ഞങ്ങളോട് പിരിക്കുന്നത്? ഞങ്ങളുടെ പൈസ അല്ല, സർക്കാർ അപ്പുറം കൊണ്ടുവന്ന പൈസയൊന്നും അല്ല ശമ്പളം കൊടുക്കുന്നത്. പൊതുജനത്തിന്റെ പൈസ മേടിച്ചിട്ട് ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കാൻ ശമ്പളം കൊടുത്തതിന് ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ട് ആർക്കാണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തത്. നിങ്ങളൊരു കാര്യം ചെയ്തോളാൻ. ഞങ്ങളുടെ നല്ല സാധാരണ കത്തോലിക്ക ഞങ്ങൾ സ്കൂൾ പണിതിട്ട് ഞങ്ങൾക്ക് എന്ത് സൂക്കറുള്ള കാര്യം ഈ സ്കൂൾ പണിതിടാനായിട്ട്? അല്ലെന്ന് ഞാൻ പറഞ്ഞേ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് കത്തോലിക്കന് മാത്രം അല്ലെ ക്രിസ്ത്യാനിക്ക് മാത്രം ഉത്തരവാദിത്തം സ്കൂൾ പണിതിട്ട് പിള്ളേർ നിങ്ങൾക്കൊക്കെ ഏഷ്യാനെറ്റിന് ഒരു 10 സ്കൂളങ്ങ് പണിതിടാൻ വരെ സർക്കാർ ശമ്പളം കൊടുത്തോളൂല്ലോ. എന്ത് പണിതിടാത്തെ? ഞങ്ങൾ കാശ് മുടക്കി സ്ഥലം മേടിച്ചോണം, സ്കൂൾ പണിതോണം. എന്നിട്ട് സ്കൂളിന്റെ അവകാശം സർക്കാർ ഞങ്ങളുടെ സ്കൂളിൽ ഒരു അവകാശമില്ല. സർക്കാരിന് മനസ്സുണ്ട് ശമ്പളം കൊടുത്താൽ ഇല്ല, കൊടുക്കണ്ട. സർക്കാർ ഫ്രീ ആയിട്ട് പിള്ളേരെ പഠിപ്പിക്കണം. ആരെ ഏത് ലോകത്താ നിയമമുള്ള? വേറെ രാജ്യത്തും ഇങ്ങനെയില്ല. ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ കാശ് കൊടുത്ത് പഠിപ്പിച്ചോളുന്നേ. ഞങ്ങൾ പിള്ളേരെ ജനിപ്പിക്കാൻ അറിയാമെങ്കിൽ പഠിപ്പിക്കാനും അറിയാം. ഇവരേതാണ്ട് ഫ്രീ ചെയ്തു. പിന്നെ ഞങ്ങളുടെ പള്ളിക്കകത്ത് കയറി നേരും ഇറങ്ങണം. അങ്ങനെ ഞായറാഴ്ച ഞങ്ങൾക്കുള്ള ഒന്നാമത്തെ കൽപ്പന ലംഘിച്ചുകൊണ്ടൊന്നും ഒരു പിണറായി വിജയനും ഒരു നരേന്ദ്രമോദി ഒരു ഏഷ്യാനെറ്റുകാരനും ഒരു പ്രസംഗം നടത്തുകയില്ല. ഓക്കെ, അപ്പം വിശ്വാസിയുടെ അഭിപ്രായം എന്താണെന്ന് മനസ്സിലായോ? ഞാനിത് റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്, പബ്ലിഷും ചെയ്യും.
ഏഷ്യാനെറ്റുകാരൻ ഒരു 3 പേരെ ആരെങ്കിലും വിളിച്ചിരുത്തിക്കൊണ്ട് ചുമ്മാ ക്രിസ്ത്യാനിനെ അങ്ങ് ചീത്തയാ. എളുപ്പമുണ്ടല്ലോ. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരോടൊക്കെ ഒന്ന് പറഞ്ഞേരെ. ശരി, ഓക്കെ. ഓക്കെ.